നമസ്കാരം, പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയില്ല. പുൽപ്പള്ളിയിൽ ഹർത്താൽ അനുകൂലികൾ കട തകർത്തു. 25 പ്രവർത്തകർ മുൻകരുതൽ അറസ്റ്റിൽ. ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കടകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധമുയർത്തി നേതാക്കൾ. മാനന്തവാടി കാരക്കാമലയിൽ കുളത്തിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടം നടന്നത് ഉച്ചയ്ക്ക് 2 മണിയോടെ. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പളക്കാട് ചെറുവടി സ്വദേശി സുനിലാണ് മരിച്ചത്. വിശദമായ വാർത്തകളിലേക്ക്. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. പലയിടങ്ങളിലും അക്രമ സംഭവങ്ങൾ രാവിലെ മുതൽ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. കടകമ്പോളങ്ങൾ തുറന്നിരുന്നെങ്കിലും പിന്നീട് അടയ്ക്കുകയായിരുന്നു. ജില്ലയിൽ ചിലയിടങ്ങളിൽ രാവിലെ തുറന്നു പ്രവർത്തിച്ച വ്യാപാര സ്ഥാപനങ്ങൾക്കു നേരെയും നിരത്തിലിറങ്ങിയ വാഹനങ്ങൾക്കു നേരെയും അക്രമ സംഭവങ്ങളുമുണ്ടായി. പുൽപ്പള്ളിയിൽ ഹർത്താലുമായുണ്ട സംഘർഷത്തെ തുടർന്ന് പോലീസ് ലാത്തിവീശി. വ്യാപാരികളും ഹർത്താൽ അനുകൂലികളും തമ്മിൽ സംഘർഷത്തെ തുടർന്ന് തുറന്നു പ്രവർത്തിച്ച ഷാജി ടെക്സ്റ്റൈൽസ് ഹർത്താൽ അനുകൂലികൾ അടിച്ചു തകർത്തു. ഇതേ തുടർന്ന് നടത്തിയ ലാത്തിചാർജിൽ നിരവധി ആളുകൾക്ക് പരിക്കേറ്റു. ഇന്ന് രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. കട അടിച്ചു തകർത്ത സംഭവവുമായി ബന്ധപ്പെട്ട് 4ഓളം BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഹർത്താൽ ദിനത്തിൽ പുൽപ്പള്ളി ടൗണിൽ കടകൾ തുറന്നു പ്രവർത്തിക്കുമെന്ന് കഴിഞ്ഞ ദിവസം വ്യാപാരി സംഘടനാ നേതാക്കൾ അറിയിച്ചിരുന്നു. ഇതേ തുടർന്ന് രാവിലെ വ്യാപാര ഭവൻ കേന്ദ്രീകരിച്ച് സംഘടിച്ച് കട തുറക്കുന്നതിനിടയിലായിരുന്നു ശബരിമല കർമ്മസമിതി പ്രവർത്തകർ പ്രകടനവുമായി എത്തി സംഘർഷം സൃഷ്ടിച്ചത്. കടയിലേക്ക് ഓടിക്കയറുകയും കല്ലെറിയുകയും കടയുടെ മുൻഭാഗത്തെ ചില്ലുകൾ പൂർണ്ണമായും അടിച്ചു തകർക്കുകയുമായിരുന്നു. ഇതോടെ പോലീസ് എത്തി ലാത്തിവീശി. പ്രവർത്തകർ ചിതറിയോടി. ഇതിനിടെ അക്രമത്തിൽ പങ്കെടുത്തവരെ പോലീസ് വളഞ്ഞിട്ട് തല്ലി. കാഴ്ചക്കാരായി നിന്നവർക്കു നേരെയും പോലീസ് ലാത്തിവീശി. സംഭവവുമായി ബന്ധപ്പെട്ട് BJP പ്രവർത്തകരായ ഉദയൻ, സന്തോഷ്, സിജേഷ്, ഷിനു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു. അക്രമസാധ്യത മുന്നിൽ കണ്ട് BJP നേതാക്കളായ ഷാജിദാസ്, സുഭാഷ്, മധുമാസ്റ്റർ, തൃപ്തി കുമാർ, സത്യൻ എന്നിവരെ പുൽപ്പള്ളി പോലീസ് നേരത്തെ കരുതൽ തടങ്കിൽ വച്ചിരുന്നു. തുടർന്ന് വൈകിട്ട് 4 മണിയോടെ വിട്ടയച്ചു. വ്യാപാര സ്ഥാപനത്തിന് നേരെ ആക്രമണമുണ്ടായതിനെ തുടർന്ന് പോലീസ് സംരക്ഷണം നൽകിയിട്ടും മറ്റ് വ്യാപാരികൾ കട തുറക്കാൻ തയ്യാറായില്ല. സംഘർഷ സാധ്യതയെ തുടർന്ന് മാനന്തവാടി ASP പുൽപ്പള്ളി ടൗണിൽ കനത്ത സുരക്ഷയൊരുക്കി. അമ്പലവയലിൽ ഹർത്താൽ അനുകൂലികൾ ബൈക്ക് തടഞ്ഞതുമായി ബന്ധപ്പെട്ട് നേരിയ സംഘർഷമുണ്ടായി. അമ്പലവയൽ വികാസ് കോളനിയിലെ കളന്നൂർ സന്തോഷിനാണ് പരിക്ക് പറ്റിയത്. കൈവിരൽ ഒടിഞ്ഞ സന്തോഷിനെ ആദ്യം അമ്പലവയലിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് മേപ്പാടിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. കൂടിച്ചേർന്നുകൊണ്ടൊരു തീരുമാനമെടുത്തത് 2019 ഞങ്ങൾ ഹർത്താൽ വിരുദ്ധ വർഷമായി ആചരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ 8-ാം തീയതിയും 9-ാം തീയതിയും പണിമുടക്ക് വരികയാണ്. ആ പണിമുടക്കിൽ സഹകരിക്കണ്ട എന്നുള്ള തീരുമാനമെടുത്തു. ആ 2 ദിവസത്തെ കടകൾ അടക്കണമെന്ന് പറഞ്ഞാൽ കടകൾ അടക്കരുത് എന്നുള്ള തീരുമാനമെടുത്തു. യാദൃശികമായിട്ടാണ് ഇന്നത്തെ സംഭവം ഉണ്ടായിട്ടുള്ളത്. മാതൃഭൂമി ലേഖകൻ ശ്രാവൺ ശ്രീക്കിന് പുൽപ്പള്ളിയിലെ ലാത്തിചാർജിൽ പരിക്കേറ്റു. രാവിലെ ഹർത്താലുമായി ബന്ധപ്പെട്ടുണ്ടായ സംഘർഷത്തിനിടെ ചിത്രമെടുക്കുന്നതിനിടെയാണ് പോലീസ് ലാത്തിചാർജിൽ പോലീസ് ശ്രാവണിനെ മർദ്ദിച്ചത്. പരിക്കേറ്റ ശ്രാവൺ പുൽപ്പള്ളിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. പുൽപ്പള്ളിയിലെ സമരമായിട്ട് ബന്ധപ്പെട്ട് സംഘർഷം ഉണ്ടായപ്പോൾ ഞാൻ റിപ്പോർട്ട് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഫോട്ടോ എടുക്കാൻ നിന്നതാണ്. അപ്പോൾ പെട്ടെന്നുള്ള സംഘർഷത്തിൽ ലാത്തിചാർജ് ഉണ്ടായി. അങ്ങനെ ഉടനതിൻ്റെ ഇടയ്ക്കാണ് പരിക്കുണ്ടായത്. പടിഞ്ഞാറത്തറയിൽ അയ്യപ്പ സേവാ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഹർത്താൽ അനുകൂല പ്രകടനത്തിന് സതി, സന്തോഷ്, സുകുമാരൻ, ദിനേശൻ, ശരത് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഹർത്താൽ ദിനത്തിൽ വ്യാപാരി വ്യവസായികൾ കടകളടച്ച് ഹർത്താലിനെ പിന്തുണച്ചു. കർമ്മസമിതിയുടെ ഹർത്താൽ നടക്കുന്ന സാഹചര്യത്തിൽ കേരള മുഖ്യമന്ത്രിയുടെ നവോത്ഥാന നീക്കങ്ങൾക്കും പടിഞ്ഞാറത്തറയിലെ വ്യാപാരി വ്യവസായികൾക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ടും
പടിഞ്ഞാറത്തറ CPIM ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പടിഞ്ഞാറത്തറ ടൗണിൽ പ്രകടനം നടത്തി. പ്രകടനത്തിൽ പ്രദീപൻ മാഷ, EL സാബു, അഷ്റഫ്, ഷിബു, ജിജിത് C, പോൾ തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിരാലിൽ ഹർത്താൽ അനുകൂലികൾ കാർ തകർത്തു. വ്യാഴാഴ്ച രാവിലെ 6 മണിക്ക് പണിക്കർക്കുടിക്ക് സമീപം വാഹനം തടഞ്ഞ് ആക്രമിക്കുകയായിരുന്നു. നമ്പ്യാർകുന്ന് സ്വദേശികൾ ആശുപത്രിയിലേക്ക് പോകും വഴിയായിരുന്നു ആക്രമണം. സംഭവത്തിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി എടുത്ത ഹർത്താൽ വിരുദ്ധ നയത്തിന്റെ ഭാഗമായി വാളാട് വ്യാഴാഴ്ച ശബരിമല സംരക്ഷണ സമിതി ആഹ്വാനം ചെയ്ത ഹർത്താലിന് 80% കടകളും തുറന്നു പ്രവർത്തിച്ചു. രാവിലെ തുറക്കാൻ മടിച്ച വ്യാപാരികളെ സമിതി നേതാക്കൾ വിളിച്ചു വരുത്തിയാണ് കടകൾ തുറപ്പിച്ചത്. KSRTC അടക്കമുള്ള സർവീസുകൾ നിരത്തിലിറങ്ങാത്തതിനാൽ കച്ചവട സ്ഥാപനങ്ങൾ നിർജ്ജീവമായിരുന്നു. ചുരുക്കം ചില ഓട്ടോകൾ സർവീസ് നടത്തി. തുറന്ന കടകൾ അടപ്പിക്കാൻ ശ്രമിച്ച സമരാനുകൂലിയെ തലപ്പുഴ പോലീസ് എത്തി അറസ്റ്റ് ചെയ്തു. എന്നാൽ ഹർത്താൽ ആഹ്വാനം ചെയ്ത ആരെയും ടൗണിൽ കാണാത്തത് ശ്രദ്ധേയമായി. 2019 ഹർത്താൽ രഹിത വർഷമാക്കാനുള്ള സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം നടപ്പിലാക്കാൻ വാളാട്ടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ശ്രമിക്കുമെന്നും യൂണിറ്റ് പ്രസിഡന്റ് ജോസ് കാട്ടുപാറ പറഞ്ഞു. ഹർത്താലുമായി ബന്ധപ്പെട്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി വാളാട് യൂണിറ്റ് ഇന്നലെ തന്നെ മുഴുവൻ കച്ചവടക്കാരെയും വിളിച്ചു ചേർത്ത് ഓഫീസിൽ വിളിച്ചു ചേർത്ത് ഇന്ന് പിന്നെ കടകൾ തുറക്കുന്നതിന് ആഹ്വാനം ചെയ്യുകയും 2019 വർഷത്തിൽ ഹർത്താൽ രഹിത വർഷമായിട്ട് ആചരിക്കുന്നതിനും സംസ്ഥാന കമ്മിറ്റിയും അതേപോലെ തന്നെ ട്രേഡ് യൂണിയനിലുമൊക്കെ എടുത്ത ഹർത്താൽ രഹിത പ്രസ്ഥാനമായിട്ട് മുന്നോട്ട് പോകാനും വരുന്ന ഹർത്താലുകളിലുമൊക്കെ കടകൾ തുറന്ന് പ്രവർത്തിക്കുവാനും ഒറ്റക്കെട്ടായിട്ട് ഞങ്ങൾ തീരുമാനമെടുത്തു. മാനന്തവാടി താഴെയങ്ങാടിയിൽ ഹർത്താൽ അനുകൂലികൾ റോഡിൽ തീയിട്ടു. തീയിട്ട സംഭവത്തിൽ 3 പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. എടവക പാണ്ടിക്കടവ് അമ്പലവയൽ റോഡിൽ തീയിട്ടത് രാവിലെയാണ്. മാനന്തവാടി നഗരത്തിൽ തമ്പടിച്ചിരുന്നെങ്കിലും വാഹനങ്ങൾ തടയുകയോ മറ്റോ ചെയ്തിരുന്നില്ല രാവിലെ വരെ. തുടർന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ ഹർത്താൽ അനുകൂലികൾ മാനന്തവാടി പോസ്റ്റ് ഓഫീസ് പരിസരത്തു നിന്നും പ്രകടനം തുടങ്ങി. പ്രകടനത്തിൽ പിണറായി സർക്കാരിനെയും മാനന്തവാടിയിലെ കട തുറന്ന വ്യാപാരികൾക്കെതിരെയും രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ച മുദ്രാവാക്യങ്ങളാണ് ഉയർന്നത്. കടകളടച്ച വ്യാപാരികളെ അനുകൂലിച്ചും മുദ്രാവാക്യങ്ങൾ ഉയർന്നു. ഹർത്താൽ അനുകൂലികളുടെ പ്രകടനം കഴിഞ്ഞ ഉടനെ CPMന്റെ നേതൃത്വത്തിലും പ്രകടനം നടന്നു. പോസ്റ്റ് ഓഫീസ് ജംഗ്ഷനിൽ പ്രകടനമെത്തിയപ്പോൾ മറുഭാഗത്ത് ഹർത്താൽ അനുകൂലികൾ മുദ്രാവാക്യങ്ങളുമായി നിലയുറപ്പിച്ചു. ഇത് പോലീസിനും തലവേദന സൃഷ്ടിച്ചു. മാനന്തവാടി സർക്കിൾ ഇൻസ്പെക്ടർ PK മണിയുടെ നേതൃത്വത്തിൽ പോലീസ് ഇടപെട്ട് ഇരു വിഭാഗത്തെയും അനുനയിപ്പിച്ചു. ഹർത്താൽ അനുകൂലികളുടെ പ്രകടനത്തിന് കണ്ണൻ കണിയാരം, സന്തോഷ് G നായർ, പുനത്തിൽ രാജൻ, വിൽഫ്രഡ് ജോസ്, P ജയേന്ദ്രൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. മർച്ചന്റ് അസോസിയേഷൻ ഭാരവാഹികളുടെ 10-നടുത്ത് കടകൾ തുറന്നെങ്കിലും ഉച്ചയോടെ അടച്ചു. തുറന്ന കച്ചവട സ്ഥാപനങ്ങൾക്ക് പോലീസ് സുരക്ഷയൊരുക്കിയിരുന്നു. ബത്തേരിയിൽ ശബരിമല കർമ്മസമിതിയുടെ നേതൃത്വത്തിൽ നടത്തിയ ഹർത്താലിൽ വാഹനങ്ങൾക്ക് നേരെ വ്യാപക കല്ലേറ് നടന്നു. കല്ലേറിൽ 2 ലോറികളുടെയും കാറിൻ്റെയും KSRTC ബസിൻ്റെയും മുൻ ഗ്ലാസുകൾ തകർന്നു. മാനുക്കുനി മോജോ ബേക്കറി ഹർത്താൽ അനുകൂലികൾ എറിഞ്ഞു തകർത്തു. കല്ലേറിൽ ബേക്കറിയുടെ മുൻ ഗ്ലാസ് തകർന്നു. ഗ്ലാസിൻ്റെ ചില്ല് തെറിച്ച് കടയുടമയുടെ മകന് പരിക്കേറ്റു. കല്ലിനൊപ്പം ബൾബിൽ ആസിഡ് നിറച്ച് തുണി ചുറ്റിയാണ് ബേക്കറിക്ക് നേരെ എറിഞ്ഞത്. ബേക്കറിക്ക് നേരെയുള്ള ആക്രമണത്തിൻ്റെ CCTV ദൃശ്യങ്ങൾ പോലീസ് എടുത്തിട്ടുണ്ട്. ഹർത്താലുമായി ബന്ധപ്പെട്ട് 17 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിൽ 2 പേർക്കെതിരെ പൊതുമുതൽ നശിപ്പിച്ചതിന് കേസെടുത്തു. സുമേഷ് 25, പ്രജിത്ത് 22 എന്നിവർക്കെതിരെയാണ് PDPP ആക്ട് പ്രകാരം കേസെടുത്തത്. ഒരാളെ ലോറിയുടെ ചില്ല് തകർത്തതിനുമാണ് അറസ്റ്റ് ചെയ്തത്. കൂടാതെ CRPC 151 പ്രകാരമാണ് ബാക്കിയുള്ള 14 പേരെ കസ്റ്റഡിയിലെടുത്തത്. ഇതിൽ 6 പേരെ പോലീസ് ബുധനാഴ്ച രാത്രിയോടെയും 8 പേരെ വ്യാഴാഴ്ച രാവിലെയുമാണ് കസ്റ്റഡിയിലെടുത്തത്. ലോ ആൻഡ് ഓർഡർ DYSP KK മൊയ്തീൻകുട്ടിയുടെയും SMS DYSP കുബേരൻ നമ്പൂതിരിയുടെയും നേതൃത്വത്തിൽ രാവിലെ മുതൽ പോലീസ് ടൗണിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അതിനാൽ തന്നെ ഹർത്താൽ അനുകൂലികൾ ടൗൺ കേന്ദ്രീകരിക്കാതെ മാനുക്കുനി മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് തമ്പടിച്ചു. കോഴിക്കോട് നിന്നും കോൺവേ അടിസ്ഥാനത്തിലെത്തിയ KSRTC ബസ്സുകൾക്ക് നേരെ കല്ലേറുണ്ടായി. ഇതിലൊരു ബസ്സിൻ്റെ മുൻ ഗ്ലാസ് പൊട്ടി. സമീപത്തുണ്ടായിരുന്ന പോലീസ് ഓടിയെത്തിയപ്പോഴേക്കും അക്രമികൾ ഓടി രക്ഷപ്പെട്ടു. ഇതിനിടെ മാനുക്കുനി KSCB ഓഫീസിന് മുന്നിൽ ദേശീയപാതയിൽ ഹർത്താൽ അനുകൂലികൾ ടയർ കൂട്ടിയിട്ട് കത്തിച്ചു. ബത്തേരി ഫയർഫോഴ്സ് എത്തി തീയണച്ചു. ഇവിടെയും പോലീസ് എത്തിയതോടെ ഓടി രക്ഷപ്പെട്ട ഹർത്താൽ അനുകൂലികൾ പിന്നീട് കോടതി പരിസരത്ത് റോഡിന് കുറിയെ വലിയ കല്ലുകളിട്ട് മാർഗതടസ്സം സൃഷ്ടിച്ചു. കൂടാതെ നിരത്തിലിറങ്ങിയ ഇരുചക്രവാഹനങ്ങൾ, ലോറി, കാറ് എന്നിവയ്ക്ക് നേരെ കല്ലേറ് നടത്തി. ഇരുചക്രവാഹന യാത്രികനെ ഹർത്താൽ അനുകൂലികൾ മർദ്ദിച്ചു. പോലീസ് വാഹനം കാണുന്ന മുറയ്ക്ക് അക്രമികൾ സമീപത്തെ ക്ഷേത്ര പരിസരത്തേക്ക് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇവരെ തിരയുന്നതിനിടയിലാണ് ബസ്സിന് കല്ലെറിഞ്ഞ 2 പേരെ പോലീസ് പിടികൂടിയത്.
അക്രമ ദൃശ്യങ്ങൾ പകർത്തുന്നതിനിടെ മാധ്യമപ്രവർത്തകരെ ഹർത്താൽ അനുകൂലികൾ ഭീഷണിപ്പെടുത്തി. 9 മണിയോടെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭാരവാഹികൾ പ്രഖ്യാപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതിനായി ഉടമകളെത്തി. തുടർന്ന് ഗാന്ധി ജംഗ്ഷൻ, ട്രാഫിക് ജംഗ്ഷൻ, അസം ജംഗ്ഷൻ, ചുങ്കം എന്നിവയിലടക്കം 150ഓളം കടകൾ തുറന്നു. വ്യാപാരി വ്യവസായി നേതാക്കൾ എത്തിയാണ് കടകൾ തുറന്നത്. 2 മണിക്കൂറിന് ശേഷം കടകൾ ഉടമകൾ തന്നെ അടച്ചു. ഇതിനിടെ 11:30യോടെയാണ് മാനിക്കുനിയിലെ മോജോ ബേക്കറിയിൽ ആക്രമണം നടത്തിയത്. ഇതിൽ പ്രതിഷേധിച്ച വ്യാപാരികൾ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ചുള്ളിയോട് വ്യാപാര സ്ഥാപനങ്ങൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട ഹർത്താൽ അനുകൂലികളും വ്യാപാരികളും തമ്മിൽ വാക്കേറ്റമുണ്ടായതിനെ തുടർന്ന് പോലീസ് എത്തിയാണ് രംഗം ശാന്തമാക്കിയത്. ഇതിനിടെ ഹർത്താലിലെ ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച ഡിവൈഎഫ്ഐ പ്രവർത്തകർ ബത്തേരി ടൗണിൽ പ്രകടനം നടത്തി. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് വയനാട് വിഷൻ. വ്യാപാരി വ്യവസായികളുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്നും ഹർത്താൽ ദിനങ്ങളിൽ വ്യാപാര സ്ഥാപനങ്ങൾ തുറന്നു പ്രവർത്തിക്കുമെന്നും വ്യാപാരി വ്യവസായ സമിതി ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ. ഹർത്താൽ നിയമപരമായും സംഘടനാപരമായും പ്രതിരോധിക്കാനുള്ള ശ്രമമാണ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നടത്തുന്നത്. ഹർത്താലിന്റെ പേരിൽ ഇനിയും നഷ്ടം സഹിക്കാൻ തയ്യാറല്ലെന്നും കെ വാസുദേവൻ പറഞ്ഞു. വികസനരഹിത ഹർത്താലുകൾ നിയമപരമായിട്ട് നിരോധിക്കാനാണ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിൻ്റെ ഇടയിലാണ് പെട്ടെന്ന് ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ഒരു ഹർത്താൽ. ശബരിമല വിഷയത്തിൽ ഇത് പ്രഖ്യാപിത ഹർത്താൽ 7ാമത്തെ ഹർത്താലാണ്. ഓരോ ഹർത്താൽ ഇപ്പോൾ സമരം ഗവൺമെൻറ്റിനോടല്ല, സമരം കച്ചവടക്കാരാണ്. കച്ചവടക്കാരുടെ സ്ഥാപനങ്ങൾ അടിച്ചുപൂട്ടി കച്ചവട സ്ഥാപനങ്ങൾ അടഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഹർത്താൽ വിജയിച്ചു എന്ന് പറയും. അതൊരു ട്രെൻഡാണ്. വേറെ ഒരു പ്രശ്നവുമില്ല. വാഹനങ്ങൾ ഓടുന്നുണ്ട്, ജനജീവിതം സാധാരണഗതിയിൽ നടക്കുന്നുണ്ട്. അതൊക്കെ കൂടാതെ കച്ചവട സ്ഥാപനങ്ങൾ അടച്ചു കഴിഞ്ഞാൽ ഹർത്താൽ വിജയിച്ചു. അത് ഞങ്ങൾ സമ്മതിക്കില്ല. നമുക്കറിയാം കണ്ണൂർ, കാസർഗോഡ് ജില്ലയിലൊക്കെ അവിടെ ഫുട്ബോൾ കളിയാണ്. അവിടെ ഗോൾ ഈക്വൽ ആകാൻ വേണ്ടി കളി. അവിടെ 360 ദിവസം 300 ദിവസം ഹർത്താലാണ്. അതൊക്കെ അതിൻ്റെ പീഡന സഹിക്ക വയ്യാതെയാണ് ഏകോപന സമിതി ആ ഒരു തീരുമാനമെടുത്തത്. ഹർത്താലിൽ ഞങ്ങൾ സഹകരിക്കില്ല എന്നുള്ളത്. ആ നേരത്തെ എടുത്ത തീരുമാനം ഇപ്പോഴും ഞങ്ങൾ വന്ന് ഇനി അങ്ങോട്ടുള്ള ഹർത്താൽ ഇതല്ല. ഏത് പാർട്ടി ഹർത്താൽ ആഹ്വാനം ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും ഈ രീതിയില്ല. പണിമുടക്കാൻ എല്ലാവർക്കും അവകാശമുണ്ട്. ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് പണിമുടക്കാം, ഓട്ടോറിക്ഷ ഓടണ്ട. ബസ് തൊഴിലാളികൾക്ക് പണിമുടക്കാം, ബസ് ഓടണ്ട. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബാങ്ക് ജീവനക്കാർ പണിമുടക്കി. വിജയ ബാങ്കും ദേന ബാങ്കും ബാങ്ക് ഓഫ് ബറോഡയിൽ ലയിപ്പിക്കുന്നതിനെതിരെ ബാങ്ക് ഓഫീസർമാർ പണിമുടക്കി. എന്താ ചെയ്തത്? ബാങ്ക് പൂട്ടി വേറെ അവരാരെയും തടസ്സപ്പെടുത്തിയോ? അത് തന്നെ ഞങ്ങൾ പറയുന്നുള്ളൂ. പണിമുടക്കുന്നവർ പണിമുടക്കുള്ള അതാത് മേഖലയിൽ അവർ പണിമുടക്കിക്കൂടാ. ആര് പണിമുടക്കിയാലും കച്ചവടക്കാരെ മുകളിൽ കുതിര കയറാമെന്നുള്ളത് ഇനി വിചാരിക്കേണ്ട. വ്യാപാര സ്ഥാപനങ്ങളുടെ നേരെയുണ്ടായ അക്രമ സംഭവങ്ങളിൽ പ്രതിഷേധിച്ച് വ്യാപാരി വ്യവസായി ജില്ലാ കമ്മിറ്റി ബത്തേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പ്രകടനത്തിന് ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ നേതൃത്വം നൽകി. വിശ്വാസങ്ങൾക്കും ആചാരങ്ങൾക്കും വ്യാപാരികൾ എതിരല്ലെന്നും ആര് ഹർത്താൽ നടത്തിയാലും കടകൾ തുറക്കുമെന്ന സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതി തീരുമാനപ്രകാരമാണ് മാനന്തവാടിയിൽ 75ഓളം കടകൾ തുറന്നതെന്നും മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ പറഞ്ഞു. പിന്നീട് വ്യാപാരികൾ മാനന്തവാടിയിൽ പ്രകടനവും നടത്തി. ഈ പ്രഖ്യാപനം ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്കോ മതസംഘടനകൾക്കോ എതിരല്ല. ഞങ്ങൾ കഴിഞ്ഞ ഡിസംബർ 22-ാം തീയതി എടുത്ത തീരുമാനത്തിന് ശേഷം വന്ന ആദ്യത്തെ ഹർത്താൽ എന്നുള്ള നിലക്ക് മാത്രമുള്ള ഒരു പ്രതീകാത്മകമായ ഒരു പ്രതിഷേധമാണ് കേരളത്തിൽ ഉടനീളം നടന്നത്. ഇന്ന് കച്ചവടം കിട്ടുമെന്ന് ആർക്കും വിശ്വാസമില്ല. കച്ചവടം കിട്ടുക എന്നുള്ളതല്ല, അതിനപ്പുറത്തേക്ക് ഇത്തരം ഹർത്താലുകൾ ഭാവിയിൽ വരാതിരിക്കാനുള്ള ഒരു മുൻകരുതൽ എന്നുള്ള നിലക്കാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇന്ന് കടകൾ തുറന്നത്. ഇന്ന് പല സ്ഥലത്തും അക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഏകദേശം മാനന്തവാടി മർച്ചന്റ് അസോസിയേഷന്റെ ഏകദേശം 75ഓളം വ്യാപാര സ്ഥാപനങ്ങളാണ് ഇന്നിപ്പോൾ തുറന്നിട്ടുള്ളത്. അങ്ങിങ്ങായിട്ട് ടൗണിലും അപ്സ്റ്റെയറിലൊക്കെ ആയിട്ട് 75 വ്യാപാര സ്ഥാപനം ഇന്ന് തുറന്നു കഴിഞ്ഞു. പക്ഷേ ഇത് ഇവിടുത്തെ ഏതെങ്കിലും വിശ്വാസികളോട് വെല്ലുവിളിച്ചുകൊണ്ടല്ല നമ്മൾ തുറന്നത്. അവരോടൊന്നും അവരുടെ ഉന്നയിക്കുന്ന ആവശ്യങ്ങളോട് മാനന്തവാടി മർച്ചന്റ് അസോസിയേഷന് യാതൊരുവിധ അഭിപ്രായ വ്യത്യാസവും. അവർക്ക് അവരുടേതായ ശൈലി അവർക്ക് സമരം നടത്താവുന്നതാണ്. ഹർത്താലിനോടനുബന്ധിച്ച് മാധ്യമപ്രവർത്തകരെ വ്യാപകമായി ആക്രമിച്ചതിൽ പ്രതിഷേധിച്ച് കൽപ്പറ്റയിൽ മാധ്യമപ്രവർത്തകർ പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് സെക്രട്ടറി PO ഷീജ, വൈസ് പ്രസിഡന്റ് അനിലം ബഷീർ, ട്രഷറർ ഷാജി, P ജയേഷ് തുടങ്ങിയവർ സംസാരിച്ചു.
ഹർത്താൽ ദിനത്തിൽ മാനന്തവാടിക്ക് പുതുമയേകി പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം. താഴെയങ്ങാടി പുതുതായി ആരംഭിച്ച ഹാർഡ്വെയർ ഷോപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കെ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. നേരത്തെ നിശ്ചയിച്ച തീയതിയിൽ ഹർത്താൽ വന്നതിനാൽ സംസ്ഥാന വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ ആഹ്വാനപ്രകാരം ഹർത്താൽ ദിനത്തിലും കടകൾ തുറക്കുമെന്ന തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഹർത്താൽ ദിനമായിട്ടും പുതിയ ഷോപ്പിന്റെ ഉദ്ഘാടനം നടന്നത്. ഹർത്താൽ ദിനങ്ങളിൽ രോഗികൾക്ക് യാത്രാ സൗകര്യമൊരുക്കി ഒരു ഓട്ടോ ഡ്രൈവർ. വാളാട് ടൗണിലെ ഓട്ടോ ഡ്രൈവറായ നിഷാദാണ് ഏവർക്കും മാതൃകയാവുന്ന പ്രവർത്തനവുമായി ഹർത്താൽ ദിനങ്ങളിൽ സജീവമായി ഉള്ളത്. ഹർത്താൽ പ്രഖ്യാപനം വന്നാൽ രോഗികളുള്ള സാധാരണ കുടുംബത്തിൽ ജീവിക്കുന്നവർക്കാണ് ഏറെ പേടി. കാരണം രോഗം മൂർച്ഛിച്ചാൽ ആശുപത്രിയിലെത്തിക്കാൻ വാഹനം ലഭ്യമാകില്ല. എന്നാൽ പുത്തൻവീട് CK നിഷാദ് എന്ന ഓട്ടോ ഡ്രൈവർ തൻ്റെ ഓട്ടോയുമായി സ്റ്റാൻഡിൽ വന്നതോടുകൂടി രോഗികൾക്ക് ആ പേടിയും മാറിക്കിട്ടി. ഹർത്താൽ വന്നാൽ ആശുപത്രി യാത്ര സൗജന്യമെന്ന ബോർഡുമായി നിഷാദ് ടൗണിലെത്തുകയാണ് പതിവ്. ഇത്തവണയും ആ പതിവ് തെറ്റിച്ചില്ല. ഇന്നത്തെ ഹർത്താലിലും നിഷാദ് നിരത്തിലെത്തി. ആശുപത്രിയിലേക്കായാലും മരണവീട്ടിലേക്കായാലും രോഗികളുള്ളവർക്ക് ₹1 ചിലവില്ലാതെ തൽസ്ഥാനത്തെത്താം. അത് കോഴിക്കോടായാലും കണ്ണൂരിലായാലും നിഷാദിന് പ്രശ്നമല്ല. നിഷാദ് 15 വർഷമായി വാളാട് ടൗണിൽ ഓട്ടോ ഓടിക്കുന്ന ആളാണ്. ഇടക്കാലത്ത് ഗൾഫിൽ പോയെങ്കിലും സ്വദേശത്തേക്ക് മടങ്ങി. കുടുംബത്തിൽ ആകെയുള്ള വരുമാനമാണ് ഓട്ടോ ഓടിച്ച് കിട്ടുന്ന തുക. അതിൽ വലിയൊരു പങ്ക് ഇദ്ദേഹം കാരുണ്യ പ്രവർത്തനങ്ങൾക്കും മാറ്റിവെക്കുന്നുണ്ട്. മറ്റു ദിവസങ്ങളിലും പാവങ്ങളായ രോഗികളെ നിഷാദ് സൗജന്യമായി ആശുപത്രിയിൽ എത്തിക്കാറുണ്ട്. ഞാൻ എല്ലാ ഹർത്താലിലും ഇതുപോലെ ഈ വാഹനം കിട്ടാതെ വളരെയധികം ബുദ്ധിമുട്ടുന്ന സമയത്ത് ഒരുപാട് രോഗികൾ ചെറിയ ചെറിയ രോഗങ്ങൾക്ക് പോലും വൈകുന്നേരം 6 മണി 7 മണി വരെ കാത്തിരിക്കേണ്ട ഒരു അവസ്ഥ. ഇതിനു മുമ്പും പല സമയങ്ങളിലും ഞാൻ ഇതുപോലെ ഫ്രീ ആയിട്ട് വാഹനം അവർക്ക് സുരക്ഷിതമായി രോഗികളെ ആശുപത്രിയിലും മരണ വീട്ടിലും അങ്ങനെ പ്രധാനപ്പെട്ട ഡോക്ടറെ ബുക്ക് ചെയ്ത സ്ഥലങ്ങളിലൊക്കെ ഉണ്ടാവും. നിർബന്ധമായിട്ട് ഇപ്പോൾ ഇന്നലെ ബുക്ക് ചെയ്ത ആളുകൾ ഇന്ന് ഡോക്ടറെ കാണിക്കേണ്ട അവസ്ഥകളൊക്കെ വരുമ്പോൾ വളരെ പ്രയാസപ്പെടുമ്പോൾ അവർക്കൊരു സഹായം എന്നുള്ള നിലയിൽ സൗജന്യമായി ഇന്ന് മാത്രമല്ല ഇനി എപ്പോഴും ഏത് സമയത്തും എപ്പോൾ വിളിച്ചാലും ഞാൻ എൻ്റെ ഈ സഹായം ലഭ്യമാണ്. വാളാട് നിന്നും വയനാട് വിഷനു വേണ്ടി ദേവദാസ്. മറ്റു വാർത്തകളിലേക്ക്. കുളത്തിൽ ചങ്ങാടത്തിൽ കളിക്കവേ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. കാരക്കമല വെള്ളരിവയൽ പാത്തിക്കുന്നേൽ ഷിനോജ് ഷീജ ദമ്പതികളുടെ മക്കളായ ജോസ്വിൻ എന്നിവരാണ് മരിച്ചത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടം സംഭവിച്ചത്. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഇവരെ രക്ഷിക്കാനായില്ല. കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ വെള്ളത്തിൽ പോയത്. എന്നിട്ട് എൻ്റെ ഇളയ അനിയും വന്നിട്ട് പറയുമ്പോഴാണ് ഞങ്ങൾ ഓടി ചെന്ന് എടുത്തു നോക്കുമ്പോഴത്തേക്കും ആൾക്കില്ലായിരുന്നു. അതിന് കൊണ്ടുവരുന്നു. ഹോസ്പിറ്റലിൽ കൊണ്ടുവരുമ്പോഴത്തേക്കും മരിച്ചോ? വെള്ളം കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു വെച്ചത്. ആനയുടെ ആക്രമണത്തിൽ വാച്ചർക്ക് ഗുരുതര പരിക്ക്. കർണാടക വനംവകുപ്പ് വാച്ചറായ ഗുണ്ടിൽപേട്ട സ്വദേശി ചന്ദ്രശേഖരനാണ് പരിക്കേറ്റത്. വയനാട് വന്യജീവി സങ്കേതത്തിലെ അതിർത്തിയായ രാംപൂർ മഞ്ചാൽ ഭാഗത്ത് വെച്ചാണ് അക്രമമുണ്ടായത്. ഇയാളെ ആദ്യം ബത്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് മേപ്പാടിയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പളക്കാട് ചെറുവടി പാറക്കൽ സ്വദേശി സുനിലിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വീടിന് സമീപത്തെ കാപ്പിത്തോട്ടത്തിലാണ് മൃതദേഹം കണ്ടത്. കമ്പളക്കാട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു. നാട്ടിൽ പ്രതിഷേധങ്ങളും കോലം കത്തിക്കലും പ്രകടനവുമൊക്കെ നടന്നാൽ ക്രമസമാധാനം നോക്കി നടത്തേണ്ടവരാണ് പോലീസ്. എന്നാൽ പ്രതിഷേധവും കഴിഞ്ഞ് പ്രവർത്തകർ മടങ്ങിയാൽ പിന്നെ പിടിപ്പത് പണിയാണ് പോലീസുകാർക്ക്. ആ കാഴ്ചയാണ് മാനന്തവാടി നഗരത്തിൽ നിന്ന് ഞങ്ങളുടെ റിപ്പോർട്ടർ സുരേഷ് തലപ്പുഴ പകർത്തിയത്. സ്ഥലപരിമിതികളാൽ വീർപ്പുമുട്ടി കമ്പളക്കാട് സബ് പോസ്റ്റ് ഓഫീസ്. തപാൽ ഉരുപ്പിടികളെല്ലാം അടുക്കി വെക്കാൻ പോലും സ്ഥലമില്ലാതെ ഓഫീസിന് പുറത്ത് കൂട്ടിയിട്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ. കമ്പളക്കാട് സബ് പോസ്റ്റ് ഓഫീസിനാണ് ഈ ദുരവസ്ഥ. ഓഫീസിൽ സ്ഥലപരിമിതികളിൽ വീർപ്പുമുട്ടുകയാണ് ഇവിടുത്തെ ജീവനക്കാർ. ഓഫീസിൽ നിന്നുതിരിയാൻ സ്ഥലമില്ല. തപാൽ വന്ന ഉരുപ്പടികളെല്ലാം തന്നെ ഓഫീസിൽ വെക്കാൻ സ്ഥലമില്ലാതെ പുറത്ത് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഓഫീസിലെ 5 ജീവനക്കാർ ഏകദേശം 80 സ്ക്വയർ ഫീറ്റോളം മാത്രമുള്ള കടമുറിയിലാണ് ജോലി ചെയ്യുന്നത്. ഓൺലൈൻ ഷോപ്പിംഗ് വർദ്ധിച്ചതോടെ പോസ്റ്റ് ഓഫീസിൽ വലിയ ബോക്സുകളാണ് നിത്യവും വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് സൂക്ഷിക്കാൻ തന്നെ സ്ഥലം തികയുന്നില്ല. കണിയാമ്പറ്റ, കരിങ്കുറ്റി, കോട്ടത്തറ, പള്ളിക്കുന്ന്, തെക്കുന്തറ എന്നിവിടങ്ങളിലേക്കുള്ള ഉരുപ്പടികളെല്ലാം തന്നെ കമ്പളക്കാട് സബ് പോസ്റ്റ് ഓഫീസിലേക്കാണ് എത്തുന്നത്. വർഷങ്ങളായി കമ്പളക്കാട് പോസ്റ്റ് ഓഫീസിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട സേവനങ്ങളായ RPLI, PLI തുടങ്ങിയ സേവനങ്ങളൊന്നും തന്നെ ആവശ്യക്കാർക്ക്
ലഭ്യമാകാറില്ല. ഇത് ജനങ്ങൾക്ക് വലിയ തോതിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ ഓഫീസിലെ ഇന്റർനെറ്റിന്റെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. വേഗതയില്ലാത്ത കണക്ഷനുകളാണ് ഓഫീസിലുള്ളത്. ഒരു ടേബിളിൽ 2 കമ്പ്യൂട്ടർ വെച്ചാണ് ജീവനക്കാർ ജോലി ചെയ്യുന്നത്. എത്രയും വേഗം ഓഫീസിന് സ്ഥലസൗകര്യമുള്ള റൂമോ കെട്ടിടമോ കണ്ടെത്തി ഈ അവസ്ഥയ്ക്ക് മാറ്റമുണ്ടാക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ഇവിടെ എന്തെങ്കിലും തിരക്ക് കാര്യങ്ങൾ നിയന്ത്രിക്കാനോ ഇവിടെ ഞങ്ങൾ എന്തെങ്കിലും ഒരു എഴുത്തോ കാര്യങ്ങളൊക്കെ എഴുതാനൊക്കെ ഇവിടെ പുറത്തും കാര്യങ്ങളൊക്കെയാണ്. ഇവിടെ എന്താ ചെയ്യുക? പോസ്റ്റ് ഓഫീസ് ജീവനക്കാരെ ഒരു കുറ്റം പറഞ്ഞ ഒരു കാര്യം ഇവിടെ ഇല്ല. ഒരു സൗകര്യമോ കാര്യങ്ങളില്ലാത്ത എന്തൊരു പോസ്റ്റ് ഓഫീസാണിത്? ഇതിന് ആവശ്യമുണ്ടോ ഇവിടെ? നമ്മളൊരു കാര്യത്തിന് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ പോസ്റ്റ് ഓഫീസുമാർക്ക് പോലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. എന്താ ചെയ്യുക? ഇവിടെ ഒരു എഴുതാനോ പിടിക്കാനോ മറ്റുള്ള കാര്യങ്ങൾക്ക് ഒരു സൗകര്യമില്ല. എന്തെങ്കിലും ഒരു പ്രതിവിധിന് ചെയ്യാൻ പറ്റുമോ ചെയ്യാം. പ്രദീപ് പ്രയാഗ്, വയനാട് വിഷൻ, കമ്പളക്കാട്. തളിപ്പുഴ 9-ാം വാർഡിൽ കാട്ടാന ശല്യം രൂക്ഷം. പകൽ പോലും കാട്ടാന ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങിയതോടെ ഭീതിയിലാണ് പ്രദേശവാസികൾ. വനംവകുപ്പ് കാര്യമായി പ്രതിരോധ സംവിധാനങ്ങൾ ഏർപ്പെടുത്താത്തത് നാട്ടുകാരെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. കഴിഞ്ഞ ദിവസം പ്രദേശത്തെ സലീം, അഷ്റഫ് എന്നിവരുടെ പുരയിടങ്ങളിലെത്തിയ കാട്ടാന കാർഷിക വിളകൾ നശിപ്പിക്കുകയും ഭീതി പരത്തുകയും ചെയ്തു. അടിയന്തരമായി വന്യമൃഗശല്യത്തിന് പരിഹാരം കാണാൻ വനംവകുപ്പ് അധികൃതർ നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫിഷറീസിന്റെ തൊട്ടടുത്ത് NH-ൽ നിന്നും 200 മീറ്റർ ദൂരത്തിലാണ് ഈ സ്ഥലം. ഇവിടെ കുറേ വീടുകളുണ്ട്. കുറേ പിഞ്ചു മക്കളും വിദ്യാർത്ഥികളും എല്ലാം സ്ഥിരമായി നടന്നു പോകുന്ന സ്ഥലമാണ്. പകലും ആനകൾ വന്ന് ഇവിടെ കൃഷികൾ, വാഴ, ഇഞ്ചി മുതലായ എല്ലാം നശിപ്പിക്കുകയാണ്. പിന്നെ വളരെയധികം പേടിച്ചിട്ടാണ് ഇവിടെ ജീവിക്കുന്നത്. ഈ നിമിഷവും ആന വരാൻ സാധ്യതയുണ്ട്. അതിലുള്ള ഭയത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഭാഗത്തു നിന്നും യാതൊരുവിധ സമീപനവും ഇല്ല. ഇവിടമായി സ്ഥിരമായി ഒരു വാച്ചറെ നിയമിച്ചിരുന്നു. അദ്ദേഹം ഉണ്ടെങ്കിൽ എപ്പോഴും വന്ന് ഞങ്ങളെ സഹായിക്കാമായിരുന്നു. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വയനാട്ടിലെ പ്രശ്നങ്ങൾ അറിയുന്ന വയനാട്ടിൽ നിന്നുള്ള ഒരാൾ MP ആവണമെന്ന ആവശ്യം ശക്തമാകുന്നു. അവഗണന നേരിടുന്ന ജില്ലയിലെ ആരോഗ്യ, കാർഷിക, യാത്രാ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവണമെങ്കിൽ വയനാട്ടിൽ നിന്നുള്ളയാൾ തന്നെ ലോക്സഭയിലെത്തണമെന്നാണ് ആവശ്യം വരുന്നത്. വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ജില്ലയുടെ പ്രശ്നങ്ങൾ അറിയുന്ന ജില്ലയിൽ നിന്നുള്ള ഒരാൾ MP ആവണമെന്ന ആവശ്യമാണ് ശക്തമാകുന്നത്. വയനാട് ലോക്സഭാ മണ്ഡലം രൂപീകരിച്ചതിന് ശേഷം നടന്ന 2 തിരഞ്ഞെടുപ്പുകളിലും ജില്ലയിൽ നിന്നുള്ള ആളല്ല തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇത് ജില്ലയുടെ വികസനത്തിന് തടസ്സമായെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. ജില്ല നേരിടുന്ന ആരോഗ്യമേഖലകളിലെ പ്രശ്നങ്ങൾ, രാത്രിയാത്രാ നിരോധനം, റെയിൽവേ, കാർഷിക മേഖലയുടെ തകർച്ച എന്നിവയെല്ലാം പരിഹാരമില്ലാതെ തുടരുകയാണ്. ഇതിനു പുറമെ വന്യമൃഗശല്യവും അതിരൂക്ഷമാണ്. ഇതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ ജില്ലയിൽ നിന്നുള്ള ആരെങ്കിലും പാർലമെന്റിൽ എത്തണമെന്നാണ് കർഷകർ പറയുന്നത്. ഈ മണ്ഡലത്തിലെ 90% ആൾക്കാരും സാധാരണ കൃഷിക്കാരാണ്. ഈ സാധാരണ കൃഷിക്കാരുടെ ആരെങ്കിലും അവരുടെ പൾസ് അറിയുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയാണ് നമുക്ക് വയനാട് മണ്ഡലത്തിലേക്ക് സ്ഥാനാർത്ഥിയായി വരേണ്ടത്. അങ്ങനെ വരണമെന്നാണ് സാധാരണക്കാരായ ഞങ്ങൾ കൃഷിക്കാരുടെ ആഗ്രഹം. കാരണം രാത്രിയിൽ മുത്തങ്ങായിൽ വണ്ടി വന്നു കഴിഞ്ഞാൽ അവിടെ പിടിച്ചിടുന്നു, വണ്ടി കടത്തിവിടുന്നില്ല. അപ്പം ആ രാത്രി യാത്രാ നിരോധനം ഒഴിവാക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുപോലെ തന്നെ നിലമ്പൂർ, നഞ്ചങ്കോട് റെയിൽവേ വർഷങ്ങളായി വരുന്നു എന്ന് പറയുന്നതല്ലാതെ യാതൊരു മാറ്റങ്ങളും കാണുന്നില്ല. അങ്ങനെയൊക്കെ വരണമെങ്കിൽ വയനാട്ടിൽ നിന്നൊരു സ്ഥാനാർത്ഥി വന്നാൽ അതായിരിക്കും ഏറ്റവും നല്ലത്. മറ്റു മണ്ഡലങ്ങളിൽ അതാതു ജില്ലക്കാർ മത്സരിച്ച് വിജയിച്ച വികസനം കാഴ്ചവെക്കുമ്പോഴാണ് വയനാട്ടുകാർ സർവ്വമേഖലയിലും അവഗണന നേരിടുന്നതെന്നും ആരോപണം ഉയർന്നുണ്ട്. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ബത്തേരിയിൽ സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നിർമ്മാണ പ്രവൃത്തികൾ ആരംഭിച്ചു. ഫെയർലാൻഡ് പുതിയ ആശുപത്രി ബ്ലോക്കിന് സമീപത്തായാണ് 6 നില കെട്ടിടം വരുന്നത്. നബാർഡ് അനുവദിച്ച 25 കോടി രൂപ ചെലവഴിച്ചാണ് പുതിയ ആശുപത്രി കെട്ടിടം നിർമ്മിക്കുന്നത്. ആരോഗ്യരംഗത്ത് വലിയ കുതിച്ചുചാട്ടത്തിനാണ് ബത്തേരി ഒരുങ്ങുന്നത്. ജില്ലയ്ക്ക് അനുവദിച്ച സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി നിർമ്മാണം ബത്തേരിയിൽ ആരംഭിച്ചിരിക്കുകയാണ്. നബാർഡ് അനുവദിച്ച 25 കോടി രൂപ ചെലവഴിച്ചാണ് ആശുപത്രി നിർമ്മിക്കുന്നത്. ബത്തേരി ഫയർലാൻഡിലെ ആശുപത്രി കെട്ടിടത്തിന് സമീപമാണ് പുതിയ ആശുപത്രി നിർമ്മിക്കുന്നത്. 6 നിലകളിൽ നിർമ്മിക്കുന്ന ആശുപത്രിയുടെ നിർമ്മാണം 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കാമെന്ന പ്രതീക്ഷയിലാണ് അധികൃതർ. ആശുപത്രി പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ജില്ലയുടെ ആരോഗ്യമേഖലകളിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുമെന്നാണ് പ്രതീക്ഷ. അബു താഹിർ, വയനാട് വിഷൻ, ബത്തേരി. ലക്കിടി വെറ്റിനറി കോളേജിന് സമീപത്തെ വളവിൽ അപകടം പതിവാകുന്നു. ഇവിടെ നിരവധി അപകട മരണങ്ങൾ വരെ സംഭവിച്ചിട്ടും ദേശീയപാത അധികൃതർ ഒരു സൂചനാ ബോർഡ് പോലും സ്ഥാപിക്കാത്തത് തികച്ചും അനാസ്ഥയാണെന്ന് നാട്ടുകാർ പറയുന്നു. കോഴിക്കോട് വയനാട് ദേശീയപാത NH 766 ലക്കിടി വെറ്റിനറി കോളേജിന് സമീപത്തെ വളവിലാണ് വേണ്ടത്ര സൂചനാ ബോർഡുകളോ സ്പീഡ് ലിമിറ്റിനുള്ള ബോർഡുകളോ സ്ഥാപിക്കാത്തത്. ഇതുമൂലം വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമായി മാറിയിരിക്കുകയാണ്.
ഈ വളവിൽ മാത്രമായി ഒരു വർഷത്തിനിടെ 8 വലിയ അപകടങ്ങളും 100ഓളം ചെറിയ അപകടങ്ങളും നടന്നിട്ടുണ്ട്. 3 വർഷത്തിനിടയിൽ വാഹനാപകടങ്ങളിൽ 6 മരണങ്ങളും സംഭവിച്ചു. കഴിഞ്ഞ ദിവസം രാത്രി കോഴിക്കോട് ഭാഗത്തേക്ക് സഞ്ചരിക്കുകയായിരുന്ന കാർ നിയന്ത്രണം വിട്ട വൈദ്യുതി പോസ്റ്റിലിടിച്ച ശേഷം പൂർണ്ണമായും കത്തിനശിച്ചിരുന്നു. നാട്ടുകാരുടെ സംയോജിതമായ ഇടപെടൽ കൊണ്ട് മാത്രമാണ് കാറിലുണ്ടായിരുന്നവർ രക്ഷപ്പെട്ടത്. എസ് ആകൃതിയിലുള്ള വളവായതിനാൽ തന്നെ പരിചയമില്ലാത്ത യാത്രക്കാരാണ് അപകടത്തിൽപ്പെടുന്നത്. അപകട സൂചന നൽകുന്ന തരത്തിലുള്ള സൂചനാ ബോർഡുകളോ സ്പീഡ് ബ്രേക്കറോ ഒന്നും തന്നെ ഇവിടെ സ്ഥാപിച്ചിട്ടില്ല. കൂടാതെ സമീപത്ത് തന്നെയുള്ള പാലത്തിന് വീതി കുറവായതും കാൽനടയാത്രക്കാർക്ക് ഭീഷണിയാണ്. ഈ ഭാഗത്തെ റോഡിന് വീതി കൂട്ടി ഇരുഭാഗത്തെയും കാട് വെട്ടിയാൽ തന്നെ പകുതി അപകടങ്ങൾ കുറയും. ഇത്രയൊക്കെ അപകടങ്ങൾ സംഭവിച്ചിട്ടും ദേശീയപാത അധികൃതർ വേണ്ട നടപടികൾ ഇതുവരെയും സ്വീകരിച്ചിട്ടില്ലെന്ന ആരോപണമുയർന്നിട്ടുണ്ട്. ഏത് ദിവസം അപകടം ഉണ്ടായില്ല എന്ന് ചോദിക്കുന്നതായിരിക്കും നല്ലത്. മിക്കവാറും എന്തെങ്കിലും തട്ടി വരച്ചെങ്കിലും പോകാതിരിക്കുക. നടന്ന അപകടങ്ങളിലൊക്കെ ശക്തിയായ അപകടങ്ങളും അപ്പം തന്നെയുള്ള മരണങ്ങളും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ഇതിനെതിരെ പലതവണ പത്രമാധ്യമങ്ങളിലൊക്കെ വാർത്തകൾ വന്നിട്ടും ആ കാര്യത്തിലൊന്നും ആരും ശ്രദ്ധിക്കാറില്ല. പ്രണവ് പ്രഭാകരൻ, വയനാട് വിഷൻ, വൈത്തിരി. ബത്തേരി ഹിന്ദു ശ്മശാനത്തിൽ കാടിന് തീപിടിച്ചു. ഇന്ന് ഉച്ചയോടെയാണ് തീ പടർന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. തീ പടർന്നത് അറിഞ്ഞ് ഫയർഫോഴ്സ് എത്തി മണിക്കൂറുകൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് തീ അണച്ചത്. 3 യൂണിറ്റ് ഫയർ എഞ്ചിനാണ് സ്ഥലത്തെത്തിയത്. തീപിടുത്തത്തിൽ ഏക്കർ കണക്കിന് അടിക്കാട് കത്തിയമർന്നു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ നേതൃത്വത്തിലുള്ള സമരപ്രചരണ ജാഥയുടെ സമാപന സമ്മേളനം മേപ്പാടിയിൽ നടന്നു. ജില്ലാ പ്രസിഡന്റ് കെ വാസുദേവനായിരുന്നു ജാഥ ക്യാപ്റ്റൻ. സംസ്ഥാന കമ്മിറ്റി അംഗം KV ഉസ്മാൻ മുഖ്യപ്രഭാഷണം നടത്തി. നജീബ് പൂങ്ങാടൻ അധ്യക്ഷത വഹിച്ചു. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ശബരിമല കർമ്മസമിതി ആഹ്വാനം ചെയ്ത ഹർത്താൽ ജില്ലയിൽ പൂർണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ സർവീസ് നടത്തിയില്ല. പുൽപ്പള്ളിയിൽ ഹർത്താൽ അനുകൂലികൾ കട തകർത്തു. 25 പ്രവർത്തകർ മുൻകരുതൽ അറസ്റ്റിൽ. ഹർത്താൽ ദിനത്തിൽ കടകൾ തുറക്കുമെന്ന തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി. കടകൾക്ക് നേരെ നടന്ന ആക്രമണത്തിൽ പ്രതിഷേധമുയർത്തി നേതാക്കൾ. മാനന്തവാടി കാരക്കാമലയിൽ കുളത്തിൽ 2 കുട്ടികൾ മുങ്ങി മരിച്ചു. അപകടം നടന്നത് ഉച്ചയ്ക്ക് 2 മണിയോടെ. യുവാവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പളക്കാട് ചെറുവടി സ്വദേശി സുനിലാണ് മരിച്ചത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.